SFI പ്രസിഡന്റ്, അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, ചെയർമാൻ, ഇങ്ങനെയുള്ള ഏറ്റവും വലിയ യൂണിറ്റ് അവിടെയുള്ള ഭാരവാഹികളാണ് അടിച്ചു കൊന്നിട്ടുള്ളത്. അവരെ രക്ഷപ്പെടുത്താൻ ചെയ്തത് അവിടുത്തെ തന്നെ ആ വയനാട്ടിൽ തന്നെയുള്ള ഒരു MLA അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി, കൊലപാതകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയി. അതിലുള്ള ഒരു കൊലപാതകം രക്ഷപ്പെടുത്താൻ വേണ്ടി പോയത് ആ MLA അവിടുത്തെ ഇടുക്കിയിലുള്ള ഒരു വലിയൊരു നേതാവ്, അയാൾ അടുത്തൊരു കൊലപാതകം രക്ഷപ്പെടുത്തിയത്. ഇതുപോലത്തെ ഒരു തീവ്രവാദി സംഘടന പോലത്തെ ഒരു സംഘടന, ഒരു വിദ്യാർത്ഥി സംഘടന കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകം പോലും കണ്ടുകാണുന്നു. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്ത ഏറ്റവും വലിയ ഒരു സംശയം, ഡൗട്ടാണ്. അത് മുഖ്യമന്ത്രി എന്താ വിചാരിച്ചത്, ഉടനെ തന്നെ എല്ലാവരും ഭാഗം മൂടിക്കെട്ടി കഴിഞ്ഞാൽ അത് സമാധാനമാവും, അവിടുത്തെ പ്രക്ഷോഭം അവസാനിപ്പിക്കണം. പക്ഷെ അതിൽ അദ്ദേഹം വിജയിച്ചു. ശരിയാണ്, പ്രക്ഷോഭം മതിയാക്കി, പെട്ടെന്ന് സമരം മതിയാക്കി, നമ്മുടെ കുടുംബത്തിന്റെ പ്രക്ഷോഭം മതിയാക്കി CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ തനിക്കുളം കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടിയുടെ തനിക്കുളം കാണിച്ചത് നമുക്കറിയില്ലായിരുന്നു. ഈ 26 കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇലക്ഷൻ ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിൽ പോയ ദിവസമാണ്. താങ്കളുടെ മകൻ സിദ്ധാർത്ഥിന്റെ ആദ്യ വോട്ടായിരുന്നു 26 ചെയ്യായിരുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളെ SFIയുടെ ഗുണ്ടകൾ തന്നെ താങ്കളുടെ മകനെ ഇല്ലാതാക്കി. പക്ഷെ അന്ന് വോട്ട് ചെയ്യാൻ താങ്കളുടെ ഭാര്യയും പോയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ നശിച്ച പാർട്ടി ഇല്ലാതാവണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അത് വളരെ വ്യക്തമാണല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ മോനെ അവിടെ ഇട്ട് അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതെന്ന് പറഞ്ഞാല് SFIയുടെ പ്രവർത്തകർ മാത്രമല്ല, SFIയുടെ മുതിർന്ന നേതാക്കന്മാരാണ്. SFI പ്രസിഡന്റ്, അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, ചെയർമാൻ, ഇങ്ങനെയുള്ള ഏറ്റവും വലിയ യൂണിറ്റ് അവിടെയുള്ള ഭാരവാഹികളാണ് അടിച്ചു കൊന്നിട്ടുള്ളത്. അവരെ രക്ഷപ്പെടുത്താൻ ചെയ്തത് അവിടുത്തെ തന്നെ ആ വയനാട്ടിൽ തന്നെയുള്ള ഒരു MLA അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി, കൊലപാതകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയി. അതിലുള്ള ഒരു കൊലപാതകം രക്ഷപ്പെടുത്താൻ വേണ്ടി പോയത് ആ MLA അവിടുത്തെ ഇടുക്കിയിലുള്ള ഒരു വലിയൊരു നേതാവ്, അയാൾ അടുത്തൊരു കൊലപാതകം രക്ഷപ്പെടുത്തിയത്. ഇവരെല്ലാവരും കൂടെ കൊന്നതും പോരാ, കൊലപാതകളെ രക്ഷപ്പെടുത്താനും കൂടെ പോണവർ, അതും കൂടെ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, നശിച്ച പാർട്ടി. അവര് ശരിക്കും പറഞ്ഞാല് ആ ഒരു സംഘടന, ആ ഒരു വിദ്യാർത്ഥി സംഘടന മാത്രമല്ല, അവരെ മാതൃസംഘടനയെ ഉൾപ്പെടെ ഇവിടെ നിന്ന് നശിച്ച് തീർന്നു പോകണം. എന്നാൽ മാത്രമേ ഈ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ട് എനിക്ക് എന്റെ പ്രവർത്തനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. കാര്യം എന്താണ്, ബാക്കിയുള്ള കുട്ടികൾ, അതായത് ബാക്കിയുള്ള ക്യാമ്പസിലുള്ളതും അല്ലെ ഹോസ്റ്റലിലുള്ളതും ആ കുട്ടികളെങ്കിലും എനിക്ക് ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തണം, ബാക്കിയുള്ള എല്ലാ ക്യാമ്പസിലുള്ളതും. അതുകൊണ്ട് ഞാൻ നടത്തുന്ന ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ യുവമാർക്ക് മാത്രം ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ പോലല്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് എന്റെ ഭാഗത്തു നിന്നുള്ള ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയെന്ന് മാത്രം. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു തീവ്രവാദി സംഘടന പോലത്തെ ഒരു സംഘടന, ഒരു വിദ്യാർത്ഥി സംഘടന കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകം പോലും കണ്ടുകാണുന്നു. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്ത ഏറ്റവും വലിയ ഒരു സംശയം, ഡൗട്ടാണ്. കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട്. ഇന്ത്യയിലുള്ള പലരും മനസ്സിലാക്കി കഴിഞ്ഞു. കേരളത്തിലുള്ളവർ മാത്രം മനസ്സിലാക്കിയിട്ടില്ല. ഈ മാവോയിസ്റ്റ് നക്സൽ തീവ്രവാദിയായിട്ടുള്ള SFI സംഘടനയെ അവർക്ക് കൂട്ടു നിൽക്കുന്ന മാതൃസംഘടന അവർ നശിച്ച് നാറാനം കണ്ടെടുത്താതെ ഈ രാജ്യം രക്ഷപ്പെടും. രാജ്യം പോട്ടെ, രാജ്യത്ത് അവരില്ല, ഈ കേരളം രക്ഷപ്പെടും. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ എനിക്ക് ആരോടും വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വിരോധമില്ല. സിദ്ധാർത്ഥ ജീവനോട് ഉണ്ടായിരുന്ന സിദ്ധാർത്ഥിന്റെ ഫസ്റ്റ് തന്നെ വോട്ടല്ലായിരുന്നു ഇപ്പൊ ചെയ്യാൻ. താങ്കൾ പറഞ്ഞു നശിച്ച പാർട്ടിയാണ്, ഈ പാർട്ടി നശിച്ചു പോകണം എന്ന് പറയാം. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ നശിച്ച പാർട്ടിയിലെ നേതാവായ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ആദ്യമായി ഒരു അന്വേഷണം, താങ്കൾ പരാതി കൊടുത്ത് 1 മണിക്കൂറിനകം CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. താങ്കൾ പറഞ്ഞ നശിച്ച പാർട്ടിയിലെ മുഖ്യമന്ത്രിയാണ്. അത് അപ്പോഴൊരു അന്വേഷണം ഇങ്ങോട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ കൂടെയുള്ള എല്ലാവരും കൂടെ അദ്ദേഹത്തിനെ നശിപ്പിക്കും. അങ്ങനെ ഒരു അന്വേഷണം അപ്പോൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലിയൊരു പ്രക്ഷോഭം നടക്കുകയാണ്. ഈ അവന്റെ SFI ആണ് കൊന്നതെന്നുള്ളത് ലോകം മൊത്തം അറിയാം. ഇലക്ഷൻ നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ആൾക്കാരെ അടച്ചു കെട്ടണം, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ അടച്ചു കെട്ടണം, കുടുംബത്തിന്റെ അടച്ചു കെട്ടണം. അതിന് അവര് ലോട്ടറി കിട്ടും പോലെയാണ് ഞാൻ കൊണ്ടുപോയിട്ടുള്ള ഒരു അപേക്ഷ കൊണ്ട് കൊടുത്തത്. അതായത് CBI അന്വേഷണം വേണമെന്ന്. എപ്പോഴും കൊണ്ടുപോകുന്ന അവർ നോക്കി നിൽക്കുകയാണ്. കൊണ്ടുപോയി അവരുടെ അന്വേഷണം വന്നു. അന്വേഷണം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും റെഡിയാക്കി ഇരിക്കുക, നമ്മൾ കൊണ്ട് കൊടുത്ത് അവരുടെ അന്വേഷണം വയ്ക്കാമെന്നുള്ളത്. പക്ഷേ അവരുദ്ദേശിച്ച കാര്യം എന്തായിരുന്നു, അത് നടന്നു. ശരിക്കും പറഞ്ഞാൽ അവരുദ്ദേശിച്ച കാര്യം നടന്നു.
എല്ലാവരും ഭാഗം മൂടിക്കെട്ടാം. അതിന് മുഖ്യമന്ത്രി എന്താ വിചാരിച്ചത്, ഉടനെ തന്നെ എല്ലാവരും ഭാഗം മൂടിക്കെട്ടി കഴിഞ്ഞാൽ അത് സമാധാനമാവും, ആ അവിടുത്തെ പ്രക്ഷോഭം അവസാനിപ്പിക്കണം. പക്ഷെ അതിൽ അദ്ദേഹം വിജയിച്ചു. ശരിയാണ്, പ്രക്ഷോഭം മതിയാക്കി, പെട്ടെന്ന് സമരം മതിയാക്കി, നമ്മുടെ കുടുംബത്തിന്റെ പ്രക്ഷോഭം മതിയാക്കി CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ തനിക്കുണം കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടിയുടെ തനിക്കുണം കാണിച്ചത് നമുക്കറിയില്ലായിരുന്നു. അതും അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാതെ അവർ പേപ്പർ ഫയൽ പൊഴുത്തി വെച്ചു. പിന്നെ കുറച്ച് വെള്ളം കാണിച്ചപ്പോഴേ പേപ്പർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലേക്ക് അയക്കേണ്ട പേപ്പറിനെ എടുത്ത് കൊച്ചിയിലേക്ക് അയച്ചു കൊടുത്തു. കൊച്ചിയിലേക്ക് പിന്നെ തിരിച്ചു വന്നു. മാക്സിമം ഇലക്ഷൻ കഴിയുന്നവരെ ഇതെങ്ങനെ വെയിറ്റ് ആക്കാന്നുള്ളത്, എങ്ങനെ താമസിപ്പിച്ചുകൊണ്ട് പോകാം എന്ന് ആണ് അവർ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിലവർ വിജയിച്ചു. ശരിക്കും പറഞ്ഞാൽ അവർ 10-15 ദിവസം വിജയിച്ച് തെളിവുകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുവന്നു, സർക്കാർ കൂട്ടുവന്നു, പോലീസുകാരന്മാരും കൂട്ടുവന്നു, എല്ലാം നശിപ്പിക്കാൻ വേണ്ടി അതിനു വേണ്ടിയാണ് ചെയ്തത്. എന്നാലും നമ്മൾ വിട്ടില്ലല്ലോ, നമ്മൾ അതിന്റെ പുറകെ പോയി. അന്വേഷണത്തിന് വേണ്ടി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അവർക്ക് റിപ്പോർട്ടും കിട്ടി. അവിടെ നയിക്കേണ്ടതാണ്, ഇവിടെയും കിട്ടി, ഇവിടെ അയക്കേണ്ടതാണ്, എല്ലാം ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് കിട്ടി. എങ്ങനെ കിട്ടിയതാ? എല്ലാം ചെയ്യാൻ അറിയാം. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അയക്കേണ്ട സാധനം അല്ല ഡൽഹിക്ക് അയക്കേണ്ട സാധനം കൊച്ചിയിൽ പോയെന്ന് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം വേറെ പോലെ കല്ലിന്റെ മണ്ണിന്റെ അടുത്ത് എന്ന് പറയാം, മനുഷ്യന്റെ അടുത്ത് പറയേണ്ടത്. കാരണം അതൊരു ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കല്ലിന്റെ മണ്ണിന്റെ അടുത്ത് എന്ന് പറയാം, മനുഷ്യന്റെ അടുത്ത് പറയേണ്ടത്. കാരണം അതൊരു ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. ആഴ്ചയിലാഴ്ച ഒരിക്കൽ ഓരോ കേസ് നടക്കുന്നില്ലല്ലോ, ദിവസം പോലെ CBI അന്വേഷണം നടക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നില്ലല്ലോ. ആഴ്ചയിൽ വരെ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല, അല്ലെങ്കിൽ മാസത്തിൽ വരെ CBI അന്വേഷണം ഇവിടെ നിന്ന് കേരളത്തിൽ പ്രഖ്യാപിക്കുന്നില്ല. ഈ 2-3 മാസത്തിനിടയ്ക്ക് ഒരൊറ്റ CBI അന്വേഷണത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അതിനെ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഈ ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റ് ഭരിക്കേണ്ട കഴിവ് അവർക്കില്ല. ഭരിക്കല്ലേ, ഇറങ്ങാൻ പോകണം, ഇല്ലെങ്കിൽ ആ ഭരിക്കേണ്ട ആളുടെ കൊടുക്കണം. അങ്ങനെ ചെയ്യണം. അതിന് പോലും കഴിവില്ല. ഒരൊറ്റ ഫയൽ, ഒരൊറ്റ അന്വേഷണത്തിന് ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് എന്തിനു കൊള്ളാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്? അപ്പൊ പറ്റാത്തതുകൊണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മോഷണത്തിന് പെട്ടെന്ന് അങ്ങ് അച്ഛന്മാർ പോയി അന്വേഷണം പിടിച്ചോണ്ട് പോകുന്നു. അന്വേഷിക്കാൻ അറിഞ്ഞോട്ടൊന്നുമില്ല, അന്വേഷിക്കാൻ അറിയാം. അന്വേഷിച്ച് കഴിഞ്ഞാൽ വമ്പന്മാരെല്ലാം കൊടുക്കും, അത്രയും മാത്രമേ ഉള്ളൂ. ആ വയനാട്ടുള്ളവന്മാരെല്ലാം വമ്പന്മാരും ബാക്കിയുള്ളവരെല്ലാവരും ഈ പാർട്ടിയിലുള്ള ചോട്ടാ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും പാർട്ടിയിലെ വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരും എല്ലാം കൊടുക്കും. അതുകൊണ്ട് തന്നെ അട്ടിമറിക്കാൻ പോയത് ഈ അന്വേഷണമല്ല. പക്ഷേ കൊണ്ടുപോയി മുമ്പോട്ട് കൊണ്ടുപോയി